ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് 117 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവർ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഫ്ലൈ ഓവറിൻ്റെ പാലത്തിൻ്റെ തൂണിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കമ്പി കെട്ടി വിട്ടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ചർച്ചുണ്ട്, ചേപ്പാട്. എന്തായാലും ഇങ്ങനെ ഒരു സിസ്റ്റം ഞാൻ അപൂർവം പമ്പുകളിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്തായിരുന്നാലും ഇവരത് ഫ്രണ്ട്സ് നമസ്കാരം. എന്നെ ചെറുവത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ കുമാരപുരം മുതൽ കരിയിലക്കുളങ്ങര വരെയാണ്. എന്നെ ചെറുവത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ സ്ഥലത്തിൻ്റെ പേര് കുമാരപുരം എന്നാണ്. ഓക്കെ, നമ്മളത് കഴിഞ്ഞ് കുമാരപുരം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 2 മാസം കൊണ്ട് അങ്ങനെ പറയത്തക്കൊരു വ്യത്യാസം ഇവിടെ കാണുന്നില്ല, ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല. എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് നോക്കുമ്പോൾ ഇവിടെ കാര്യമായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. മണ്ണ് ഫില്ലിംഗ് ഒക്കെ നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ നടക്കുന്നതായിട്ട് കാണാം. വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. മണ്ണ് ഫില്ലിങ്ങും അതുപോലെ തന്നെ ലെവലിങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഹരിപ്പാട് എത്താൻ പോവാണ്. എന്തായാലും ബൈക്കിലെ പെട്രോൾ ഒരുപാട് തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പെട്രോൾ ഫില്ല് ചെയ്യണം, പിന്നെ ഒന്ന് റെസ്റ്റ് കൂടെ ചെയ്തിട്ട് അടുത്ത് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഹരിപ്പാടിന് തൊട്ട് മുമ്പ് കണ്ട ഒരു IOCയുടെ ഒരു പെട്രോൾ പമ്പിലോട്ട് ഞാൻ കയറി. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാവാം അടുത്ത ഷൂട്ടിംഗ് ഒക്കെ. അങ്ങനെ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തു, പെട്രോളൊക്കെ ഫില്ല് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും വളരെ നല്ലൊരു പെട്രോൾ പമ്പായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടൊന്ന് പറയുകയാണ്. ഇവിടെ ഞാൻ കണ്ടൊരു കാര്യമാണ് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ പോകുന്നത്. അതായത് ഈ പെട്രോൾ ഫില്ല് ചെയ്യണ സ്ഥലത്ത് ഇതുപോലൊരു ഗ്രില്ല് അവർ വെച്ചിട്ടുണ്ട്. ആ ഗ്രില്ല് വെച്ചിരിക്കുന്നതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഓരോരുത്തരും ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വന്നിട്ട് ആർക്കും ഇടയിൽ കയറാൻ പറ്റില്ല. വന്നവരുടെ സീനിയോറിറ്റി അനുസരിച്ച് മാത്രമേ പെട്രോൾ അടിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ 4 വീലറിനൊക്കെ വളരെ സമാധാനമായിട്ട് നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റും. പിന്നെ ഈ പമ്പിലെ ഒരു സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റവും എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇങ്ങനെ ഒരു സിസ്റ്റം ഞാൻ അപൂർവം പമ്പുകളിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്തായിരുന്നാലും ഇവരത് വളരെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പമ്പിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെ നിന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ എത്താൻ പോകുന്ന ഒരു മെയിൻ ടൗൺ ഹരിപ്പാടാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ 2 മാസത്തിനിടയിൽ വളരെയേറെ മാറ്റം ഇവിടെ സംഭവിച്ചായിട്ട് നമുക്ക് കാണാം. ഹരിപ്പാട് ടൗൺ എത്താൻ പോവാണ്. അപ്പോൾ ഹരിപ്പാട് ടൗണാണ് നമ്മളീ കാണുന്നത്. ഹരിപ്പാട് ടൗണിൽ പുതിയതായിട്ട് വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഈ ഈ ഡിവൈഡറൊക്കെ കൊണ്ടിങ്ങനെ ജംഗ്ഷനിൽ ടൗണിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ വർക്ക് തുടങ്ങിയെന്നാണ്. ഇവിടെ ഇനി ഫ്ലൈ ഓവറോ അണ്ടർ പാസേജോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ടൗൺ വിട്ട് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ്ങൊക്കെ നടക്കുന്നുണ്ട്. ഒരു 2 മാസം മുമ്പ് കണ്ടൊരു കാഴ്ചയല്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെയും വർക്ക് നടക്കുന്നത് കാണാം. 2 മാസം മുമ്പ് ഈ ഒരു ഭാഗമൊന്നും അധികം വർക്ക് നടക്കാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്, കാര്യമായി മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. മണ്ണ് ഫില്ല് ചെയ്ത സ്ഥലത്ത് മെറ്റൽ വിരിച്ചിട്ടുണ്ട് ടാറിങ്ങിന് മുമ്പുള്ള.
പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള യാത്രയാണ്. ഇപ്പോൾ ടൗൺ വിട്ടിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഒരു കുറച്ചുകൂടെ വർക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാം. ഇപ്പം ഞായറാഴ്ച ആയിട്ടും ആ വലത് സൈഡിൽ വർക്ക് നടക്കുന്നത് കാണാം. ഓക്കെ, ഇടത് സൈഡ് കുറച്ച് ശോകമാണ്, വെള്ളം കെട്ടി നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ, ഹരിപ്പാട് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇതാ വർക്ക് നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ മഴക്കാലത്ത് പോലും മണ്ണ് ഫില്ലിങ് ഇവിടെ നടക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് തന്നെയാണ്, വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ 2 മാസം മുമ്പ് കണ്ടൊരു കാഴ്ചയല്ല. 2 മാസത്തിന് ശേഷം ഇവിടെ ഒരുപാട് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മണ്ണ് ഫില്ലിങ് ഇവിടെ ഇട സൈഡിൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെ തന്നെയാണ് നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നങ്ങിയാർ കുളങ്ങരയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. നങ്ങിയാർ കുളങ്ങര ടൗണിലോട്ടാണ്. ഇപ്പോൾ നങ്ങിയാർ കുളങ്ങര ടൗണിൽ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ്. 2 മാസത്തിന് ശേഷം അങ്ങനെ വലിയൊരു അപ്ഡേറ്റ് ഇവിടെ പറയാനില്ല. പിന്നെ നങ്ങിയാർ കുളങ്ങര മുന്നേ കുറച്ച് വീതിയുള്ള റോഡാണ്. ആ ജംഗ്ഷൻ ഭാഗത്ത് 4 വരി റോഡായിരുന്നു. ഇവിടെ അങ്ങനെ ടൗൺ ഏരിയയിലൊരു വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല. എന്നാൽ ചില കടകളൊക്കെ പൊളിച്ചതായിട്ട് കാണുന്നുണ്ട് സൈഡിൽ. നമ്മൾ ടൗൺ വിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അതാ ഈ ഒരു ഭാഗം മുതൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സൈഡ് വോളിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് നടന്നതായിട്ട് കാണാം. ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 മാസത്തിന് ശേഷം എന്താ പറയുക, ഒരു വലിയൊരു അപ്ഡേറ്റ് ഇവിടെ പറയാനില്ല. എന്നാലും ചെറിയ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 2 മാസം മുമ്പ് ഞാൻ കണ്ട അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മഴ തന്നെയാണ്. മഴയാണ് ഇവിടുത്തെ ഒരു വില്ലൻ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കുറേ ഫാസ്റ്റായിട്ട് വർക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇടത് സൈഡിൽ ഇപ്പോഴും മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നങ്ങിയാർ കുളങ്ങര കഴിഞ്ഞാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വലത് സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. മണ്ണ് ഫില്ലിങ് നടന്ന് നമ്മുടെ മെറ്റൽ വിരിച്ചതായിട്ട് കാണാം. ഇത് കാർത്തിക പള്ളി എന്നൊരു സ്ഥലമാണ്. ആ വെയിറ്റ് ഷെഡിൽ എഴുതിക്കുന്നത് കാർത്തിക പള്ളി എന്നാണ്. സോറി, NTPC ജംഗ്ഷൻ. ഇത് NTPC ജംഗ്ഷനാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താ? അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് 2 മാസം മുമ്പ് കണ്ട പോലെയല്ല, കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ ഇടത് സൈഡിൽ കുറേ കൂടെ വർക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട്. വലത് സൈഡ് 2 മാസം മുമ്പ് കണ്ട പോലെയൊക്കെ തന്നെയാണ്. ഏറെക്കുറെയൊക്കെ അങ്ങനെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും മഴ വില്ലനാണ്, വെള്ളം കെട്ടി കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, കുറച്ച് നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടപ്പുണ്ട്. എന്നാൽ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട്. ഇടത് സൈഡിൽ മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട്.
എന്നാൽ കുറച്ചുകൂടെ മുന്നിൽ വന്നപ്പോൾ അടിപൊളിയായിട്ട് കുറേ വർക്ക് നടക്കുന്നത് കാണാം. ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ചർച്ചാണ്. ചർച്ചിൻ്റെ പേരെനിക്ക് വായിക്കാൻ പറ്റിയില്ല, സോറി. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് 117 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവർ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഫ്ലൈ ഓവറിൻ്റെ പാലത്തിൻ്റെ തൂണിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കമ്പി കെട്ടി വിട്ടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ചർച്ചുണ്ട്, ചേപ്പാട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ചേപ്പാടെന്നാണ്. നങ്ങ്യാർ കുളങ്ങര കഴിഞ്ഞ് ചേപ്പാട് എന്ന സ്ഥലം വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേപ്പാടിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വലത് സൈഡിലൊരു ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവറാണ് തോന്നുന്നു, അതിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. 2 മാസം മുമ്പ് കണ്ട പോലെയല്ല, വളരെ ഫാസ്റ്റായിട്ട് ഒരുപാട് വർക്ക് മുന്നിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും മഴ തന്നെയാണ് വില്ലൻ. വെള്ളം കെട്ടി നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് തന്നെയാണ്, ചേപ്പാട് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളതും അങ്ങനെയാണ്. വലത് സൈഡിൽ മണ്ണ് ഫില്ലിങ്ങും അതുപോലെ മെറ്റൽ വിരിച്ചതായിട്ട് കാണാം. ഇടത് സൈഡിൽ സർവീസ് റോഡിൻ്റെ മെറ്റൽ വിരിച്ചിട്ടുണ്ട്. മറ്റു സ്ഥലത്ത് വെള്ളം കെട്ടി കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം അത്. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയിരുന്നാലും ഇപ്പോൾ ചേപ്പാട് കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല, കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടത് ഭാഗത്ത് മണ്ണ് ഫില്ലിങ്ങൊക്കെ കാര്യമായിട്ട് തന്നെ നടക്കുന്നതായിട്ട് കാണാം. വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ച എങ്ങനെയാണ്, 2 സൈഡിലും കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. 2 മാസം മുമ്പ് കണ്ട കാഴ്ചയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഈ ഒരു ഭാഗത്തില്ല. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്, അതിൻ്റെ 1 സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്. നമ്മൾ 2 മാസം മുമ്പ് കണ്ടതെന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ മണ്ണ് ഫില്ലിങ്ങും അതുപോലെ തന്നെ സൈഡ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല, നമുക്കൊന്ന് നോക്കാം. ഇവിടെ അടുത്തങ്ങനെ പറയത്തക്ക ബോർഡുകളൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടെ ഒരു കടയുടെ ബോർഡുണ്ടെന്ന് നോക്കാം. മാളിയേക്കൽ. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ്റെ പേര് മാളിയേക്കൽ എന്നാണ്. മാളിയേക്കലിൽ പറയാനുള്ള കാര്യം ഇതാണ്, 2 മാസത്തിന് ശേഷം ഇവിടെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇടത് സൈഡിൽ ഇപ്പോൾ ഡ്രൈനേജ് ആലിൻ്റെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ മാളിയേക്കൽ കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തും വർക്ക് 2 മാസത്തിനിടയിൽ കുറച്ച് നടന്നിട്ടുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ മഴ തന്നെയാണ് ഇവിടത്തെയും വില്ലൻ. അപ്പോൾ നമ്മൾ മാളിയേക്കൽ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തും അങ്ങനെ വലിയൊരു വ്യത്യാസം കാണാനില്ല, പക്ഷേ എന്നാലും വർക്ക് നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കാനറ ബാങ്കിൻ്റെ ശാഖയുണ്ട്, പത്തിയൂരോ, അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. ഇവിടെ നിർത്തി നോക്കാം ഈ സ്ഥലം എവിടെയാണെന്ന്. സോറി, ഇവിടെ വായിക്കാൻ പറ്റിയ ബോർഡൊന്നുമില്ല.
ഇവിടെ ഒരു ബോർഡുണ്ട്, കരിയിലക്കുളങ്ങര. ഓക്കെ, കരിയിലക്കുളങ്ങര എന്ന സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ഒരു പാർട്ട് നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ കരിയിലക്കുളങ്ങര മുതൽ പുതിയകാവ് വരെ. അപ്പോൾ NH66 കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.